ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഇന്ത്യയിലെ ചുരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചെറിയ കോഡൊക്കെ ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലേക്ക് കിടക്കാം. ഉയരമേറിയ പർവ്വതനിരകൾക്ക് കുറുകെ ക്ലേശം കൂടാതെ മുറിച്ചെടുക്കുന്നതിന് അനുയോജ്യമായ പ്രകൃതിദത്തമായ വിടവുകളാണ് ചുരങ്ങൾ. ഉയരമേറിയ പർവ്വതനിരകൾക്ക് കുറുകെ ക്ലേശം കൂടാതെ മുറിച്ചു കടക്കുന്നതിന് അനുയോജ്യമായ പ്രകൃതിദത്ത വിടവുകളാണ് ചുരങ്ങൾ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന പ്രധാന ചുരങ്ങൾ പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും ബന്ധിപ്പിക്കുന്ന ഖൈബർ ചുരം, പാകിസ്ഥാനിലെ ബോലാൻ ചുരം എന്നിവ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന പ്രധാന ചുരങ്ങളാണ് പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും ബന്ധിപ്പിക്കുന്ന ഖൈബർ ചുരം, പാകിസ്ഥാനിലെ ബോലാൻ ചുരം എന്നിവ. ഈ പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും ബന്ധിപ്പിക്കുന്ന ഖൈബർ ചുരം എങ്ങനെ കണക്ട് ചെയ്യാം? രണ്ടും മുസ്ലിം രാഷ്ട്രങ്ങളാണ് അല്ലേ? പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും മുസ്ലിം രാഷ്ട്രങ്ങളാണ്. അപ്പോൾ അതിനെ ഖബറുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക അല്ലേ? പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഖൈബർ ചുരം, അത് ഖബർ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. നെക്സ്റ്റ് പാകിസ്ഥാനിലെ ബോലാൻ ചുരം. പാകിസ്ഥാനിലാണ് ബോലാൻ ചുരം. അതെങ്ങനെ ഓർക്കും? ഈ പാക് ബൗളർ എന്നൊക്കെ നമുക്കറിയാം അല്ലേ? പാക് ബൗളർ എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ പാക്ക് എങ്ങനെ ഒരു ബോൾ പോലെയല്ലേ? അപ്പോൾ അങ്ങനെയും കണക്ട് ചെയ്യാം. ഒന്നില്ലെങ്കിൽ പാക് ബൗളർ, പാക് ബോളർ അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ പാക്ക് ഇരിക്കുന്നത് ബോൾ പോലെയാണ്, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് ലാൻഡ് ഓഫ് പാസസ് എന്നറിയപ്പെടുന്നത് ലഡാക്കാണ്. ലാൻഡ് ഓഫ് പാസസ് എന്നറിയപ്പെടുന്നത് ലഡാക്കാണ്. അടുത്തത് ചുരങ്ങൾ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ഒന്നാമത്തത് സോജില ചുരം. സോജില ചുരം ജമ്മു കാശ്മീരാണ്. അത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ശ്രീനഗർ, കാർഗിൽ. സോജില ചുരം, ശ്രീനഗർ, കാർഗിൽ. ഇതെങ്ങനെ കണക്ട് ചെയ്യാം? ഈ സോജില ചുരത്തിൽ ഇങ്ങനെ സോജ രാജകുമാരി ഇല്ലേ? ആ പാട്ട് നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ സോജ രാജകുമാരി, അപ്പോൾ രാജകുമാരി ഉറങ്ങുന്നത് എപ്പോഴാണ്? നഗരത്തിലേക്ക് കാറിൽ പോകുമ്പോൾ. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക ഇല്ലേ? ശ്രീനഗറിൽ നിന്നും നഗരം ഒന്ന് എടുക്കുക, കാർഗിൽ കാർ എടുക്കുക. അപ്പോൾ സോജില ചുരം, സോജ രാജകുമാരി ഇല്ലേ? രാജകുമാരി ഉറങ്ങുന്നത് നഗരത്തിലേക്ക് കാറിൽ പോകുമ്പോൾ. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. അടുത്തത് ബനിഹൽ, ജമ്മു, ശ്രീനഗർ. ബനിഹൽ, ജമ്മു, ശ്രീനഗർ. അപ്പോൾ ഈ ബനിഹൽ ജമ്മു കാശ്മീരാണ്. അത് ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ഈ ബനി എന്ന് പറയുമ്പോൾ നമുക്ക് ബണ്ണ് എന്നെടുക്കാം അല്ലേ? ബനി, ബണ്ണ്. ബണ്ണ് എങ്ങനെയാണ്? ജിമ്മിന് പോകുന്നവരുടെ കൈയും കാലും ഒക്കെ ഇങ്ങനെ ബണ്ണ് പോലെ ഇരിക്കുമെന്ന് ഓർക്കുക. എന്താ, ബോഡിക്കൊക്കെ നല്ല ഐശ്വര്യം, ശ്രീ ആയിരിക്കും അല്ലേ? അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പം ബണ്ണ് പോലെ ജിമ്മിന് പോകുന്നവർ ഇരിക്കും, അത് നല്ല ശ്രീയാണ് അവരെ കാണാൻ. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ബനിഹൽ, ജമ്മു, ശ്രീനഗർ എന്ന് കിട്ടും. നെക്സ്റ്റ് ഖാർദുംഗ്ല ചുരം, ലഡാക്കാണ്. ഖാർദുംഗ്ല ചുരം, ലഡാക്ക്. ഇത് ബന്ധിപ്പിക്കുന്നത് ലേ, സിയാച്ചിൻ ഗ്ലേസിയർ. ലേയും സിയാച്ചിൻ ഗ്ലേസിയർ ഇവ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഖാർദുംഗ്ല ചുരം. ഇപ്പം ഖാർദുംഗ്ല ചുരം നമുക്ക് നമുക്ക് കൂർക്കം വലി എന്ന് എടുക്കാം അല്ലേ? കൂർക്കം വലി ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂർക്കം വലിക്കുന്നത്. അപ്പം ലേസി എന്ന് എടുക്കുക അല്ലേ? ലേയും സിയാച്ചിനിലെ ലേസി കണക്ട് ചെയ്യുക. ഖാർദുംഗ്ല കൂർക്കം വലിക്കുന്നു. കൂർക്കം വലിക്കുന്ന എപ്പോഴാണ്? ലേസി ആയിട്ട് കിടന്നും അല്ലേ? മടിയനായിട്ടൊക്കെ കിടന്ന് ഉറങ്ങുമ്പോഴാണ്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. നെക്സ്റ്റ് ഷിപ്കില. ഷിപ്കില ഹിമാചൽ പ്രദേശാണ്. അത് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു അല്ലേ? ഷിപ്കില ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും. അപ്പോൾ ഷിപ്കില, അപ്പോൾ നമുക്കറിയാം അല്ലേ? ഷിപ്പ്, ടൈറ്റാനിക് ഷിപ്പ് ഇടിച്ച് ഹിമത്തിലാണ് ചെന്നിടിച്ചത്. അപ്പോൾ ഷിപ്പ് ഹിമത്തിലിടിച്ചില്ല, ഷിപ്പ് ഹിമത്തിൽ. അപ്പോൾ ഷിപ്കില ഹിമാചൽ പ്രദേശ് കിട്ടും. അപ്പോൾ ടിബറ്റ്, നമ്മളപ്പോൾ ആ പടമൊക്കെ കണ്ടത്, ആ മൂവി കണ്ടത് ഒന്നില്ലെങ്കിൽ ടാബിലാണെന്നോ അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്താണെന്നോ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ഷിപ്പ് ഹിമത്തിലിരിക്കുന്ന മൂവി നമ്മൾ കണ്ടത് എന്തില്ല? ഒന്നില്ലെങ്കിൽ ടാബിലെന്ന് വെക്കുക, അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്താണ് കണ്ടതെന്ന് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ഷിപ്കില ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്ന് കിട്ടും. നെക്സ്റ്റ് റോഹ്താങ് ചുരം ഹിമാചൽ പ്രദേശാണ്. റോഹ്താങ് ചുരം ഹിമാചൽ പ്രദേശ്, അത് കുളു, ലാഹുൽ, സ്പിതി താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കുളു, ലാഹുൽ, സ്പിതി താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് റോഹ്താങ് ചുരം. അപ്പോൾ നമുക്ക് ഈ ഹിന്ദി മൂവിയിലൊക്കെ കൂടുതലും അവരുടെയൊക്കെ പേര് രോഹിത്, രാഹുൽ അങ്ങനെയൊക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാൻ. അന്നേരം രോഹിത് കുളിച്ചു ആരായി? രാഹുലായി മാറി അല്ലേ? രോഹിത് കുളിച്ച്
രാഹുലായി മാറി. എത്ര പ്രാവശ്യം കുളിച്ചതുകൊണ്ടാ? സ്പിതി. സ്പിതി എന്ന് പറയുമ്പോൾ നമുക്കൊരു സപ്തം അല്ലെ, 7 പ്രാവശ്യം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ രോഹിത്ത് 7 പ്രാവശ്യം കുളിച്ചപ്പോൾ രാഹുലായിട്ട് മാറി, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ റോഹ്താങ് ചുരം, കുളു, ലാഹുൽ, സ്പിതി താഴ്വരകൾ. അപ്പോൾ രോഹിത്ത് കുളിച്ച് രാഹുലായി മാറി. എത്ര പ്രാവശ്യം കുളിച്ചതുകൊണ്ടാണ് രാഹുലായി മാറി? സ്പിതി. സ്പിതി എന്ന് വെച്ചാൽ സപ്തം, 7, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. 7 പ്രാവശ്യം കുളിച്ചതുകൊണ്ടാണെന്ന് അങ്ങനെ കണക്ട് ചെയ്യുക. നെക്സ്റ്റ് ബാരാലാച്ച ഹിമാചൽ പ്രദേശിലാണ്. ബാരാലാച്ച ഹിമാചൽ പ്രദേശ്, അത് ലാഹുൽ ലഡാക്ക്. ലാഹുൽ ലഡാക്ക്. അപ്പോൾ ബാരാലാച്ച എന്നുള്ളത് നമുക്ക് ലാച്ച എന്നെടുക്കാം അല്ലേ, ലാച്ച. ഈ ലാച്ച എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ ഒരു ഡ്രസ്സാണ് അല്ലേ, ലാച്ച. ഈ വിവാഹത്തിനൊക്കെ അവരിടുന്ന ഒരു ഡ്രസ്സാണ് ലാച്ച. അപ്പോൾ ലാച്ച എന്ന് പറയുമ്പോൾ ഈ ലാഹുൽ ലഡാക്ക്. അപ്പോൾ നമ്മൾ ഈ ലാച്ചയൊക്കെ ഇട്ട് പാട്ട് പാടി കളിച്ചു. അപ്പോൾ ലാല എന്നെടുക്കാം അല്ലേ, ലാഹുലും ലഡാക്കും ലാല എന്നെടുക്കുക. അപ്പോൾ ലാച്ചയൊക്കെ ഇട്ടിങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ അങ്ങനെ ഒന്ന് ഓർക്കുക. അപ്പോൾ ലാല എന്ന് കിട്ടും. ബാരാലാച്ച, ലാച്ച ഇട്ട് ലാല പാടി കളിച്ചു, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. നെക്സ്റ്റ് നാഥുല ചുരം സിക്കിമാണ്. നാഥുല ചുരം സിക്കിം, അത് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നാഥുല ചുരം. അപ്പോൾ നമുക്ക് നാഥൻ, നാഥുല, നാഥൻ എന്നെടുക്കാം. നാഥൻ അല്ലെ, ഈശ്വരൻ. ഈശ്വരൻ നമ്മൾ വിളിക്കുന്നത് സിക്കിമിൻ്റെ സിയും ടിബറ്റിൻ്റെ ടിയും എടുക്കുക. അപ്പോൾ ഈ CT സ്കാനൊക്കെ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ നാഥ കുഴപ്പമൊന്നും ഉണ്ടാകില്ല, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ നാഥനെ വിളിക്കുന്നത് CT സ്കാൻ ചെയ്യാൻ പോകുമ്പോഴാണെന്ന്. അടുത്തത് ജലപ്ലാചുരം. ജലപ്ലാചുരം സിക്കിമാണ്, അത് സിക്കിമിനെയും ലാസയും തമ്മിൽ ബന്ധിപ്പിക്കും. ജലപ്ലാചുരം സിക്കിമിനെയും ലാസയും തമ്മിൽ ബന്ധിപ്പിക്കും. അപ്പോൾ ജലപ്ല എന്ന് പറയുമ്പോൾ നമുക്ക് ജൽപ്പനങ്ങൾ നടക്കില്ല. ജൽപ്പനം എന്ന് പറയുമ്പോൾ ചുമ്മാ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതാണ് ജൽപ്പനം. ഈ ജൽപ്പനം എന്ന് പറയുമ്പോൾ ഈ സിക്കായിട്ടുള്ള ഈ ചിലർക്ക് ഒത്തിരി ഇങ്ങനെ പനിയൊക്കെ വരുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉറക്കത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ലെസ്സി ആയിട്ടിരിക്കുന്നവർക്ക് വേറെ ജോലിയൊന്നുമില്ല, അവരിങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊടുക്കുക. അപ്പം ഈ ജൽപ്പനങ്ങൾ നടത്തുന്നത് ആരൊക്കെ? ഈ സിക്ക് വന്നവർ അല്ലേ. ഒത്തിരി വയ്യാഴികയായിട്ടൊക്കെ ഇരിക്കുന്നവർ ജൽപ്പനങ്ങൾ നടത്തും. അല്ലെങ്കിൽ ഇങ്ങനെ ലെസ്സി ആയിട്ടിരിക്കുന്നവർക്ക് അല്ലേ, അവരും ഈ ജൽപ്പനങ്ങൾ നടത്താറുണ്ടെന്ന് അങ്ങനെ ഒന്ന് കണക്കുക. അപ്പോൾ ജലപ്ലാചുരം ജൽപ്പനങ്ങൾ നടത്താൻ ജൽപ്പനങ്ങൾ നടത്തുന്ന 2 കൂട്ടർ ആരൊക്കെയാണ്? സിക്കിം. സിക്കിം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒത്തിരി പനിയൊക്കെ കൂടി നിൽക്കുന്ന അങ്ങനെയുള്ളവർ, അല്ലെങ്കിൽ ലെസ്സി ആയിട്ട് വേറെ ജോലിയൊന്നും ഇല്ലാതിരിക്കുന്നവർ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. നെക്സ്റ്റ് ലിപു ലേക്ക്. ലിപു ലേക്ക് ഉത്തരാഖണ്ഡിലാണ്, അത് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഇല്ലേ. ലിപു ലേക്ക് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും, അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ കിട്ടും അല്ലേ. ലിപ്പ് എടുക്കുക, ലിപ്പു എന്ന് പറയുമ്പോൾ ലിപ്പ് എടുക്കുക. ലിപ്പിൽ മുട്ടിച്ച് നമ്മൾ ഉത്തരവും പറയും, ടീയും കുടിക്കും അല്ലേ. ലിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരം പറയാൻ നമ്മൾ ലിപ്പ് ഉപയോഗിക്കും. പിന്നെ ടിബറ്റിൻ്റെ ടീയും എടുക്കുക. പിന്നെ ഉത്തരാഖണ്ഡാണെന്ന് അവിടെ കിട്ടില്ല. ലിപ്പുവിലേക്ക് ചുരമൊക്കെ ഉത്തരാഖണ്ഡിലാണെന്നും അറിയാം. മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ് ബോംഡില ചുരം അരുണാചൽ പ്രദേശാണ്. ബോംഡില ചുരം അരുണാചൽ പ്രദേശ്, അത് അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ബോംഡില ചുരം അരുണാചൽ പ്രദേശും ടിബറ്റിനെ. അപ്പം ബോഡി എന്നെടുക്കുക. ബോംഡില ബോഡി എന്നെടുക്കുക. ബോഡി, അരുണിൻ്റെ ബോഡിക്ക് അടി കിട്ടി, അങ്ങനെ എടുക്കുക അല്ലേ. ബോഡി അരുണാചൽ പ്രദേശ് ടിബറ്റ്. അപ്പം അരുണിൻ്റെ ബോഡിക്ക് അടി കിട്ടി, അങ്ങനെ ഒന്ന് ഓർക്കുക. നെക്സ്റ്റ് ദിഹാങ് പാസ്. ദിഹാങ് ചുരം അരുണാചൽ പ്രദേശിനെയും മാൻഡിലയും. ദിഹാങ് അരുണാചൽ പ്രദേശിലാണ്, ദിഹാങ് അരുണാചൽ പ്രദേശ്, മാൻഡില. ദിഹാങ് ദാഹോ എന്നെടുക്കുക അല്ലേ. ദാഹം ഉണ്ടാകുന്നത് അരുൺ എന്ന മനുഷ്യന്, മാനിനാണ്, അങ്ങനെ ഒന്ന് ഓർക്കുക. ദിഹാങ് ദാഹം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ദാഹമുണ്ടായത് അരുൺ എന്ന മനുഷ്യന് അല്ലെങ്കിൽ മാനിനെന്ന് കൊടുക്കുക അല്ലേ. ദാഹം ഉണ്ടായത് അരുൺ എന്ന മാനിന്, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. നെക്സ്റ്റ് പാലക്കാട് ചുരം, അത് കേരളമാണ്. പാലക്കാട് കോയമ്പത്തൂരിനെയാണ് അല്ലേ, അത് നമുക്കറിയാവുന്നതാണ്. പാലക്കാട് ചുരം കേരളം, പാലക്കാട് കോയമ്പത്തൂർ. ഇനി ഒന്നും കൂടി നോക്കുക. ഈ സോജില ചുരം, ബനിഹൽ ചുരം, ഇത് ജമ്മു കാശ്മീരാണെന്ന് എങ്ങനെ നമുക്ക് ഓർക്കാം? സോജി ബനിയൻ ഇട്ടുകൊണ്ടാണ് ജിമ്മിന് പോയത് ഇല്ലേ. സോജി ബനിയൻ ഇട്ടുകൊണ്ടാണ് ജിമ്മിന് പോയത്. അപ്പോൾ സോജില ചുരവും ബനിഹൽ ചുരവും ജമ്മു കാശ്മീർ എന്ന് കിട്ടും. ഓക്കെ. നെക്സ്റ്റ് ഖാർദൂങ്ല ചുരം. ഖാർദൂങ്ല ചുരം ലഡാക്കാണ്. അതെങ്ങനെ കണക്ട് ചെയ്യാം? ഈ ലഡു കഴിച്ചില്ലേ, ലഡുവിന് നല്ല മധുരമാണ്. അപ്പോൾ ഒത്തിരി മധുരം കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ ഉറങ്ങാൻ തോന്നില്ല, അങ്ങനെ കൂർക്കം വലിച്ചുറങ്ങി, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക.
റോഹ്താങ് ചുരം ഹിമാചൽ പ്രദേശാണെന്ന് എങ്ങനെ കിട്ടും? ഈ ഹിമമൊക്കെ ഇല്ലേ, മഞ്ഞൊക്കെ ഇങ്ങനെ മഞ്ഞ് പാളികളായിട്ട് ആയിട്ടാണ് കാണുന്നത്. അങ്ങനെ എന്തൊക്കെ അല്ലേ, മഞ്ഞ് പാളികൾ, ഹിമപാളികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹിമവും റോയും കൂടെ ഒന്ന്, അപ്പോൾ റോഹ്താങ് ആയിട്ട് കാണുന്നത് ഹിമമാണ്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. നെക്സ്റ്റ് ബാരാലാച്ച ഹിമാചൽ പ്രദേശാണെന്ന് എങ്ങനെ കിട്ടും? ഈ ഹിമമൊക്കെ നമ്മൾ വാരിയെടുക്കും. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ഹിമം ഇങ്ങനെ വാരിയെടുക്കും, ഭാരിയെടുക്കും, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പേര് ആദ്യം വരാത്തതിൻ്റെയാണ് വീണ്ടും പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് സ്റ്റേറ്റ് അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം കിട്ടും. അടുത്തത് സത്ലജ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം ഷിപ്കില. ഈ സത്ലജ് ഷിപ്കില അതെങ്ങനെയാണെന്ന് കണക്ട് ചെയ്യും? സത്ലജ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ഷിപ്കില എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതെങ്ങനെയൊന്ന് കണക്ട് ചെയ്യാം? ഈ സത്ലജ് നമ്മൾ സദാ ജലത്തിലാണ്, ഷിപ്പ്, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാൻ വയ്യ. സത്ലജ് ഷിപ്കില, അപ്പോൾ സദാ ജലത്തിലാണ് ഷിപ്പ്, അങ്ങനെയൊന്ന് കണക്ട് ചെയ്യുക. നെക്സ്റ്റ് കൈലാസ തീർത്ഥാടനത്തിനായി ടിബറ്റിലേക്ക് എത്താൻ സഹായിക്കുന്ന ചുരം നാഥുല. അപ്പോൾ കൈലാസവും നാഥൻ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്ന ചുരം നാഥുല. ഈ വിഗ്രഹങ്ങൾക്കൊക്കെ ഇടുന്നത് ഇങ്ങനെ സിൽക്കിൻ്റെ തുണിയാണ് അല്ലേ. അപ്പോൾ നാഥൻ സിൽക്ക്, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും. സിൽക്ക്, നാഥൻ്റെ വിഗ്രഹത്തിനിടുന്നത് സിൽക്ക് തുണിയാണ്, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജില, നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി കാണാം. താങ്ക് യു.